ഗ്രാസിയാസ്. അങ്ങനെ ബസ്സിൽ കണ്ട പെൺകുട്ടി എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നു. ഇവര് നമ്മുടെ ഉറട്ടി ഉണ്ടാക്കുന്ന പോലെ കൈവച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഗോട്ടമലയിൽ പൊതുവെ. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ നൊമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും. കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ ടെൻ്റ് അടിച്ചിട്ട് ടെൻ്റ് ഇരുന്ന് സ്വാഗതം പറയുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ ടെൻ്റ് തുറന്ന് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ വന്ന് കിടന്നത് ഒരു പെട്രോൾ സ്റ്റേഷനിലാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പെട്രോൾ സ്റ്റേഷൻ. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് കിടന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ പെട്രോൾ സ്റ്റേഷൻ. പെട്രോൾ സ്റ്റേഷനിലെ മുതലാളി വന്ന് അവിടുത്തെ ആളുകൾക്ക് ക്ലാസ് എന്താ എടുത്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ പെട്രോൾ സ്റ്റേഷൻ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോട്ടമലയിലെ ഏത് സ്ഥലമാണെന്ന് ഞാൻ നോക്കണം കേട്ടോ. പലപ്പോഴും ഞാൻ സ്ഥലമൊന്നും പറഞ്ഞു തരാറില്ല, അപ്പോൾ അതിന് ക്ഷമ വയ്ക്കുള്ളൂ. രാവിലെ ഞാനിവിടെ ടെൻ്റൊക്കെ പാക്കപ്പ് ചെയ്യുകയാണ്. എല്ലാ സാധനങ്ങളും ടെൻ്റൊക്കെ പൊളിച്ചിട്ട് പാക്ക് ചെയ്ത് എടുത്തോണ്ട് പോകാനുള്ള പ്ലാനാണ്. ഇന്നലെ രാത്രിയത്തെ ക്രൊസൻറ്റ് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ആലവേരയുടെ ഒരു ജ്യൂസ് ഉണ്ട്. ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഉണ്ട് ബാഗിൽ. അങ്ങനെ നമ്മുടെ ഹിറ്റേക്കിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മെയിൻ റോഡിലോട്ട് വന്നിട്ടുണ്ട്. പുള്ളി ഒരു പയ്യനാണെന്നല്ലോ. ഹലോ ബ്രദർ, ആർ യു ഗോയിങ് ദിസ് വേ? ആരും പോകുന്നില്ല ഹാവേ. അപ്പം നമുക്ക് നടക്കാൻ കുഴപ്പമില്ല. ഇവിടെ എല്ലായിടത്തും മോട്ടോർ ബൈക്കുകളാണ്. ബജാജ് നമ്മുടെ ഇന്ത്യൻ കമ്പനി. ഈ കാണുന്ന ബൈക്ക് കണ്ടില്ലേ? ഈ കാണുന്നതെല്ലാം ബൈക്കുകളാണ് കേട്ടോ. ഇവിടെ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത്. എവിടെ നോക്കിയാലും ബൈക്കും സ്കൂട്ടറുകളാണ്. നമ്മുടെ ഇന്നത്തെ രാവിലത്തെ തുടക്കം മോട്ടോർ ബൈക്കിലാണ്. താങ്ക് യു സോ മച്ച്. Hola. Hi. ¿Dónde te diriges? ¿Ah? ¿Dónde te diriges? En España. ¿Español? Yeah. Marina, Nanajuana. Okay, you go there. San Felipe. Okay. San Felipe. Gracias. ¿Tu nombre? Elisa. Mucho gusto. Soy de India. Viaje. പുള്ളിക്കാരി പോയി. ഇവിടെ ഓട്ടോയും ധാരാളം ഉണ്ട്. എവിടെ നോക്കിയാലും ബൈക്കിന്റെ കടയാണ് കേട്ടോ. ബൈക്ക് ഇതാ ഈ കാണുന്നതും അവിടെ ബൈക്കിന്റെ കടകളാണ്. കൊള്ളാം കേട്ടോ. എനിക്ക് ആക്ച്വലി ഗോട്ടമല ഇഷ്ടപ്പെട്ടു. ബട്ട് കുറച്ച് മെസ്സിയാണ്. നമ്മുടെ ബെലിസ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കാമല്ല കേട്ടോ. ഫുള്ള് സൗണ്ടും. ബെലിസ എന്ന് പറഞ്ഞാൽ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രാജ്യമാണ്. ഇവിടെ ഓട്ടോകളുടെ പുറകിൽ ഓരോ നമ്പറുകളുണ്ട് കേട്ടോ. എല്ലാ കാണുന്ന ഓട്ടോകൾക്കും ആ കാണുന്ന ഓട്ടോയ്ക്കുണ്ട്, ഈ കാണുന്ന ഓട്ടോയ്ക്കുണ്ട്. ഇവിടെ ഫ്ലവറിൻ്റെ കൾച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. ഫ്ലവർ വഴിയോരങ്ങളിൽ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. കൊച്ചു റോഡ്. ഇവിടുത്തെ നാഷണൽ ഹൈവേ ആണ്. ബട്ട് ഇവിടുത്തെ റോഡ് കണ്ടില്ലേ, വളരെ കുഞ്ഞു റോഡ്. ഇവിടെയുള്ള കടകളിലും ഷോപ്പുകളിലും എല്ലായിടത്തും കൂടുതലും സ്ത്രീകളാണ് കേട്ടോ. കഫേ ഇൻ്റർനെറ്റ്. ഇവിടെ ഒരു ആൻറ്റി താണ്ടെ കരിക്ക് വെട്ടി കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതാ. ഈ കാണുന്ന ഒരു കുഞ്ഞു മാർക്കറ്റ്. ഇവിടെ അടുത്തായിട്ട് ലേക്കുണ്ട്. ആ ലേക്കുള്ളതുകൊണ്ട് ഇവിടെ മീൻ പിടിക്കാനായിട്ട് നമ്മുടെ കരീബിയൻ കടൽ ഇതിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുതരാം. റിയോ ദുൽഖാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ. റിയോ ദുൽഖാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിനി നമ്മുടെ ഗോട്ടമലയുടെ സദേൺ പാർട്ടിലോട്ടാണ് ഞാൻ യാത്ര ചെയ്ത് പോകാനുള്ള ഒരു പ്ലാന്. ഇവിടെ എല്ലായിടത്തും മീൻ വലകളാണ്. ഇവിടെ വഴിയിലൂടെ വന്നപ്പോൾ ഇവിടെ ഇവിടെ തർത്തി ഉണ്ടാക്കുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, ഇവർ നമ്മുടെ ഉറട്ടി ഉണ്ടാക്കുന്ന പോലെ കൈവച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗോട്ടമലയിൽ പൊതുവെ ഇവർ കൈവച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മെഷീൻ വെച്ച് തർത്തി ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. പിന്നെ ഇവരുടെ ഡ്രസ്സ് ഒരു ഫ്രോക്ക് പോലത്തെ സാധനമാണ് ഇവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഗ്രാസിയാസ്, ബുനോസ് ദിയാസ്. സത്യം പറയാലോ, ബൈക്കിന്റെ ഷോറൂമുകൾ ഞാൻ കണ്ടതിന് കണക്കില്ല. അത്രയ്ക്ക് കടകളാണ് ബൈക്കിന്റെ മാത്രം. ഈ ഒരു ഭാഗത്ത് ഫുള്ള് മാർക്കറ്റിന്റെ ഏരിയകളാണ്. ഈ കാണുന്നതൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന കടകളാണ്. ഹലോ, കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞു സ്ഥലം. അമ്മമ്മേലെ ഇവിടുത്തെ ഒരു മാർക്കറ്റ് നോക്കിയേ. നമ്മുടെ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫുള്ള് നല്ല കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും.
ഫുള്ള് കേട്ടോ. ഹലോ, ബുenos días. വീഡിയോ ഓക്കെ. ഇവിടെ എന്തോ സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ ഇവർ വിൽക്കുന്നത്. നമ്മുടെ തർത്തിയയും ചിക്കനും റൈസും. ഇവിടുത്തെ പ്രധാന ഭക്ഷണം റൈസും ചിക്കനും തർത്തിയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്നത് ഇവിടെ ഫാസ്റ്റായിട്ട് ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡുകൾ ആൾക്കാർ വിൽക്കും. ഈ കാണുന്നതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് റിയോ ദുൽസെ. ഇനി പാലം കയറി പോയാൽ ഈ ഒരു റിയോ ദുൽസെ എന്ന് പറയുന്ന ഒരു സ്ഥലം വിടും. ഒരു ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. ഇവിടെ ലേക്കും കരീബിയൻ സീയുടെ അടുത്തായിട്ടുള്ള കണക്ട് ചെയ്യുന്ന ലേക്കൊക്കെ ഉള്ളതുകൊണ്ട്. അമിഗോ മുച്ചോ ഗ്രാസിയാ. എന്ത് മനോഹരമായിട്ടുള്ള ഇതല്ലേ. ഇതാ ഇവിടെ കുറേ ബോട്ടുകളുടെ ഒരു സ്ഥലമാണ്. ഇതാ ഇവിടെ ബോട്ടിംഗ് ട്രിപ്പ് പോകുന്ന ഒരു വലിയൊരു ലേക്കാണ് കേട്ടോ. ഭയങ്കര വലിയൊരു ലേക്കാണ്. നമ്മുടെ ഓപ്പോസിറ്റും അതേ ലേക്ക് തന്നെയാണ്. ഇത് നേരെ പോകുന്നത് നമ്മുടെ കരീബിയൻ കടലിലോട്ടാണ്. ഈ കാണുന്ന ലേക്ക് മുന്നോട്ട് പോകുന്ന കരീബിയൻ കടലിലോട്ടാണ്. ഇവിടെ കുറേ യോട്ടുകളൊക്കെ കുറേ ആൾക്കാർ കറങ്ങാനായിട്ട് യോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ റോഡ് പണിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് നല്ല രസമുണ്ട്. അവിടെ ബോട്ടുകൾക്ക് അടിക്കാനുള്ള ഒരു പെട്രോൾ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്ന സ്ഥലം. ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ ബൈക്കിലാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത്. അവിടെയും കുറേ സെയിലിംഗ് ബോട്ടുകൾ, അല്ലാതെ യോട്ടുകൾ, പിന്നെ മീൻ പിടിക്കാൻ വേണ്ടി രാവിലെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന. കൊള്ളാം കേട്ടോ ഈ കാണുന്ന സ്ഥലം മുഴുവനായിട്ട്. ഒരു വലിയൊരു വാസ്റ്റ് ഏരിയ ആയിട്ടാണ്. നമ്മുടെ നാട്ടിലെ ഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ആക്റ്റീവോ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കുറേ വണ്ടികളുണ്ട്. ഇവിടുത്തെ വണ്ടിയുടെ ഇത് കണ്ടോ, ഗോട്ടമലയുടെ ഇതും സെൻട്രോ അമേരിക്ക എന്നാണ് അതിൽ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അവിടെ സുസുക്കിയുടെ വണ്ടി, നമ്മുടെ നാട്ടിലെ എല്ലാ വണ്ടികളും ഉണ്ട്. മുച്ചോ ഗ്രാസിയാസ്. ഓക്കെ, ഹലോ, ഹായ്. nombre അലക്സാന്ദ്ര. ഹായ് അലക്സാന്ദ്ര. അങ്ങനെ ഇവരുടെ കൂടെ എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. അയ്യോ, എന്തൊരു വെയില്, എന്തൊരു ഹ്യൂമിഡിറ്റി, ഭയങ്കര ചൂട് കേട്ടോ. ഭയങ്കര ചൂട്. അവിടെ നമ്മൾ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഡീസൽ സൂപ്പർ റെഗുലർ. എനിക്കൊന്ന് സൂപ്പറും റെഗുലറും ഇവിടുത്തെ പെട്രോളാണെന്ന് തോന്നുന്നു. ആ കാണുന്ന ബസ് കണ്ടോ, ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പണ്ടത്തെ പഴയ ബസ്സുകളാണ്. ഇവിടെ ധാരാളം റബ്ബർ മരങ്ങൾ കേട്ടോ. വരുന്ന വഴി ഫുള്ള് റബ്ബർ മരങ്ങൾ തന്നെയാണ് ഫുള്ള് കാണാൻ കഴിയുന്നത്. ആളെന്തോ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാണാൻ നോക്കിയേ. ഇതേ പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് തന്നെ എനിക്ക് അടുത്ത വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കൂടുതലും ആളുകൾ ഇത് ഡീസലിൻ്റെ വില 24.90 പൈസയാണ് കേട്ടോ. 24 എന്ന് പറയുമ്പോൾ എത്ര രൂപയാണെന്ന് അറിഞ്ഞൂടല്ലോ. 24 എന്ന് പറയുമ്പോൾ എത്രയാ, അത് കൂട്ടണം കേട്ടോ. 24 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വില ഉണ്ടല്ലോ. ഇവിടെ എനിക്ക് ഒന്നുമില്ല കേട്ടോ. എനിക്ക് ലിറ്ററിലാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നില്ല. ബെലിസ് എന്ന് പറയുന്ന രാജ്യത്ത് പൗണ്ടാണ് കേട്ടോ അവർ വെയിറ്റ് നോക്കുന്നത്. ഓരോ രാജ്യത്തും ഓരോ വ്യത്യസ്തമാണ്. അവർ US പോലെയാണ്, മൈൽസിലാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കിലോമീറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി കണ്ടില്ല, ഇവിടെ വെള്ളം അത്യാവശ്യം ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം വണ്ടി കഴിയുന്നത് വെള്ളം വാരി ഒഴിക്കുവാണ് കേട്ടോ. ഇവിടെ വെള്ളം അത്യാവശ്യം ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു ഈ രാജ്യത്ത്. ഈ കാണുന്നതെല്ലാം നമ്മുടെ റബ്ബർ മരങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഗോട്ടമലയുടെ തലസ്ഥാനത്തിന്റെ പേര് ഗോട്ടമല എന്ന് തന്നെയാണ്. നമ്മൾ ആ ഭാഗത്തോട്ടാണ് ഇപ്പൊ യാത്ര ചെയ്ത് പോകുന്നത്. ഗോട്ടമലയുടെ തലസ്ഥാന ഭാഗത്തോട്ട്. ഇവിടെയുള്ള പ്രധാന റോഡ് പോലും ഈ 2 വരി പാതയാണ്. അതുകൊണ്ട് കുറേ നേരം എടുക്കും കേട്ടോ. ഇവിടെയുള്ള യാത്രയ്ക്ക് നല്ല സമയം എടുക്കും. അവിടുത്തെ ട്രാഫിക് നോക്കിയേ, എത്ര ട്രക്കുകളാണ് വരി വരിയായിട്ട്. സിദ്വാദ് ഗോട്ടമല സിറ്റിയാണ്. ഏകദേശം 244 കിലോമീറ്റർ പോയാലാണ് നമ്മുടെ ഗോട്ടമലയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള സിദ്വാദ് ഗോട്ടമല എത്തുന്നത്. അതായത് ഗോട്ടമല സിറ്റി. ഇവിടെ ഞാൻ എല്ലായിടത്തും കണ്ടത് വെള്ളം ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നാച്ചുറൽ വെള്ളമൊക്കെ ആണെന്ന് തോന്നുന്നു. മലയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന. ഇവിടെ കുറേ ട്രക്കുകൾ ഇട്ടിട്ട് കഴിവുന്ന കേട്ടോ. അതേസമയം ബെലിസിൽ വെള്ളം കുറവായിരുന്നു. ഇവിടെ അതേസമയം വെള്ളം കൂടുതലുണ്ട്.
കറക്റ്റ് നമ്മുടെ നാടൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. ഫുള്ള് മരങ്ങളും പച്ചയും. ഇവിടുത്തെ ഏതോ ഒരു ടൗണിലൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. പുള്ളി എന്തോ വിൽക്കാൻ വേണ്ടി ഓടുവാണ്. ആൾക്കാർ ചന്തയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്ന കാഴ്ചയാ. ബൈക്ക്, ഓട്ടോ. നമ്മുടെ നാട്ടിലെ ഓട്ടോയാണ് കേട്ടോ ഇവിടെ ഫുള്ള്. ഓട്ടോകൾ ധാരാളം ഉണ്ട്. വരുന്ന വഴി ഫുള്ള് റബ്ബർ മരങ്ങള്, പിന്നെ നമ്മുടെ മരിച്ചിനി, അങ്ങനത്തെ കുറേ നാട്ടിലെ സാധനങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം സ്ത്രീകൾ ബൈക്ക് ഓട്ടിക്കും കേട്ടോ. മിക്ക സ്ത്രീകളും ബൈക്ക് തന്നെയാണ് ഇവിടെ ഓട്ടിക്കുന്നത്. ബൈക്ക് ഓട്ടിക്കുന്ന സ്ത്രീകളെ ധാരാളം കാണാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന വഴിയിലെ വീടുകളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു വീടുകൾ കേട്ടോ. ഇത് പോകുന്നുണ്ട്. ഹെൽമെറ്റ് ഒന്നും ആവശ്യമില്ല ഇവിടെ. ഇവിടെ ആർമിയുടെ എന്തോ ചെക്ക് പോയിന്റ് ആണല്ലോ. കുറേ ചെക്ക് പോയിന്റുകൾ ഞാൻ ഓൾറെഡി പാസ് ചെയ്തു. വാഴ, നമ്മുടെ നാട്ടിലെ മാവ്, പപ്പായ എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ വഴിയോരത്ത് ഹമ്പുകളിൽ ചേച്ചിമാർ ഇതുപോലെ എന്തൊക്കെ സാധനങ്ങൾ വിൽക്കാനായിട്ട് കൊണ്ടുവന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഹമ്പുകളിലാകുമ്പോൾ വണ്ടിയെല്ലാം സ്ലോ ചെയ്യും. അതുകൊണ്ട് അവർക്ക് വിൽക്കാനായിട്ട് കഴിയും. ഇവിടെ എല്ലായിടത്തും ഹാമോക്ക് വിൽക്കുന്നത് നമുക്ക് കാണാം. ഹാമോക്ക് പല ആൾക്കാരുടെ വീട്ടിൽ ഇങ്ങനെ വെറുതെ കെട്ടിയിട്ടേക്കും. ഇവിടെ നമ്മുടെ റംബൂട്ടാൻ ഇവിടെ ധാരാളം ഉണ്ട്. പിന്നെ തണ്ണിമത്തൻ, എന്തൊക്കെയായിട്ട് ആൾക്കാർ ഇവിടെ റോഡിൽ ഇങ്ങനെ വിൽക്കുക. അവിടെ നമ്മുടെ സവാളയാണ് കേട്ടോ. സവാളയും റാഡിഷ് വിൽക്കുന്ന കുറേ ആളുകൾ. ഇവിടെ വഴിയോര കച്ചവടക്കാരാണ് കൂടുതലും. ഓക്കെ ബ്രോ. ഓ, ഞാൻ 2 മണിക്കൂർ ആ വണ്ടിയിലിരുന്ന് ഞാൻ എവിടെയോ എത്തിയിട്ടുണ്ട്. ഇന്ന് തല നല്ലതുപോലെ കറങ്ങുന്നു. ഇവിടെ ധാരാളം പിസ്സ ഹട്ട്, അമേരിക്കൻ ബ്രാൻഡുകൾ കുറേ ഉണ്ട്. ഡൊമിനോസിൻ്റെ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ KFC ഉണ്ട്. ഞാൻ പിസ്സ ഹട്ടിൽ കയറി കുറച്ച് നേരം ഇരുന്ന് ഒന്ന് വാഷ്റൂമൊക്കെ ഉപയോഗിച്ച് സെറ്റായി. ഇവിടെ പിസ്സ ഹട്ട്, സ്റ്റാർബക്സ്, എൻ്റെ അമ്മോ, മെക്ഡൊണാൾഡ്സ്. അതായത് ഗോട്ടമല എന്ന് പറയുന്ന രാജ്യം അമേരിക്കയെ ബേസ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയാണ് ഇവരുടെ എല്ലാം. അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ. ഇപ്പോൾ ഹോണ്ടറാസ് പിന്നെയും കുറവാണ്, അല്ലെങ്കിൽ ബെലിസെ വളരെ കുറവാണ്. ഈ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. പുള്ളിക്കാരിയാണ് എനിക്ക് വൈഫൈയൊക്കെ തന്ന ആ ഒരു പെൺകുട്ടി. അപ്പോൾ ഇത് പിസ്സ ഹട്ട്, KFC ഫുള്ള് അമേരിക്കൻ കമ്പനികൾ ധാരാളം. അതുകൊണ്ട് മെക്ഡി അവിടെ നമുക്ക് കാണാനായിട്ടൊക്കെ സാധിക്കും, മെക്ഡൊണാൾഡ്സ്. പിന്നെ വേറൊരു രാജ്യം, ഇത് ഭയങ്കര പൂറായിട്ടുള്ള ഒരു രാജ്യമാണ് കേട്ടോ. ഗോട്ടമല എന്ന് പറയുന്നത് വളരെ പൂറായിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പൂർ രാജ്യത്തിന് ഞാൻ അധികം സമയം നിൽക്കുന്നില്ല. എനിക്ക് വെനിസിലെ വിസ എങ്ങനെയെങ്കിലും കിട്ടണം. അതിനു വേണ്ടിയുള്ള ഞാനൊരു ഓട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്ച്വലി കടന്ന് ഓടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ട്രാവൽ ചെയ്യുന്ന എനിക്ക് എൻ്റെ പെയിൻ അറിയാവുള്ളൂ, വിസ കിട്ടാനുള്ള പെയിന്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ധാരാളം അമേരിക്കൻ ബ്രാൻഡുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ കൂടുതൽ ചരക്കുകളും സംഭവങ്ങളും ഒക്കെ ഇതാണ്. പിന്നെ ലാറ്റിൻ അമേരിക്കൻ കൺട്രികളിൽ ഇവർക്ക് കൊളംബിയയായിട്ടും പെറുവായിട്ടും ബ്രസീലുമായിട്ട് കുറച്ച് ട്രേഡ് റിലേഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറമായിട്ട് ഇവർക്ക് വലിയ ബൈലാറ്ററൽ റിലേഷൻ ഒന്നുമില്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്താണ് ഇവരുടെ ഡിപ്പെൻഡൻറ്റ്. ഇനി ഹിച്ചേക്ക് ചെയ്ത് നോക്കട്ടെ നമുക്ക് ഇവിടെ നിന്ന്. എനിക്ക് വല്ലതും കഴിക്കണം. ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ നിന്നില്ല. നല്ല വിശപ്പ്. വേറെ ഭക്ഷണമൊന്നും ഇല്ല ഇവരുടെ ലോക്കൽ ഭക്ഷണം. ഞാൻ അവസാനം ഒരു സ്ഥലത്ത് വന്നിട്ട് ചിക്കനും സൂപ്പർ റാപ്പിഡോ, ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഗോട്ടമലൻ ബ്രാൻഡാണെന്ന് തോന്നുന്നു. ഞാൻ ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ. ഫ്രൈഡ് ചിക്കൻ ഇനി നട്ടുച്ചയ്ക്ക് കഴിക്കാനുള്ള ഒരു മൂഡില്ല. അവിടെ എനിക്ക് നല്ല വിശപ്പ് മാത്രമല്ല, എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നു. നല്ല ഷുഗറൊക്കെ കയറണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നതാണ്. ഞാൻ ഇവിടെ What's your name? What's your name? Nice to meet you. Mucho gusto. Mucho gusto. What's your name? My name is Douglas. Douglas. Yeah. This is from India. Who's from India? This auto. Who? Auto rickshaw. Me?
Oh, India. Yeah. We got 'em. How do you call it? We call them taxi or tuk-tuk. Tuk-tuk. Yeah, tuk-tuk. Yeah. You ever drove one or not? Sorry? Have you ever drove one of those? Or Yeah. Yeah? Yeah. What's your name? Mahin. Mahir? Yeah. What you doing over here, man? You far from home, man. I'm traveling all around America. Yeah? Yeah, you speak with English. Thank you. I tried, man. I just started Oh, okay. learning and stuff. You have a good accent, like strong accent. Like Guatemalan accent or what? Yeah, right? I can Yeah. never lose the accent, though. That's it. It's true. Yeah. I speak it, but I can never lose the accent. Play the auto. Beef, man. Thief. Hey, beef, look at the camera. thief. He's totally alright. കണ്ടില്ലേ മോഡൽ കണ്ടില്ലേ Just sold my എന്തൊക്കെ passenger, man. All right. Yeah. Thank you. See you, man. Nice to talking with you. പാവം പുള്ളി കേട്ടോ. പുള്ളി എനിക്ക് കുറച്ച് നേരത്തെ ഈ കമ്പനി ആയിരുന്നു. പുള്ളി ഇതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു ഭക്ഷണം കഴിക്കുന്നോ, ഫുഡ് കഴിക്കുന്നോ, വെള്ളം വേണോ, എന്തെങ്കിലും വാങ്ങിച്ചു തരണോ. പാവം കേട്ടോ. ഞാൻ പറഞ്ഞൊന്നും വേണ്ട. ഞാനിപ്പോൾ ആ ചിക്കൻ കഴിച്ചു വയറ് എറിഞ്ഞു. അയ്യോ 2 ചിക്കനും അതും ഇതും എല്ലാം കൂടെ 33 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 400 രൂപ അടുപ്പിച്ച കേട്ടോ ആ ഒരു ഇത് കഴിക്കാൻ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, വേറെ ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കഴിച്ചതാ. ഞാൻ നെക്സ്റ്റ് സ്പോട്ടിൽ വന്നിരിക്കുക. ഇവിടുത്തെ മലകൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മലകളാണ്. ഇവിടെ കോഫി നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ആക്ച്വലി ഈ ഒരു രാജ്യത്ത് ഗോട്ടമല എന്ന് പറയുന്ന രാജ്യത്ത് ഇവർ കോഫി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവരുടെ പ്രധാന വരുമാനം കോഫി. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള വരുമാനം എങ്ങനെയാണ്? നമുക്ക് കൃഷിയും കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമ്മുടെ വരുമാനം എല്ലാം വരുന്ന ഗൾഫ് കൺട്രിയിൽ നിന്നൊക്കെയല്ലേ, അല്ലെങ്കിൽ വേറെ പ്രവാസി രാജ്യങ്ങളിൽ നിന്നല്ലേ വരുന്നത്. അതുപോലെ തന്നെയാണ് ഗോട്ടമലയിലെ മുഴുവൻ ആളുകളും പ്രവാസിയായിട്ട് ജീവിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന USA-ലാണ്. ഇപ്പോൾ USA നിന്ന് വരുന്ന പൈസയാണ് ധാരാളം ഇവിടെയുള്ള ഇത്. പിന്നെ നമ്മുടെ സെൻട്രൽ അമേരിക്കയിലെ ഏറ്റവും വലിയ എക്കോണമി ഉള്ള രാജ്യമാണ് ഈ കാണുന്ന രാജ്യം. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ എക്കോണമി ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളത്. പല വലിയ ആൾക്കാർക്ക് മാത്രം കുറച്ച് എക്കോണമി ഉണ്ട്, ബാക്കി എല്ലാ ആൾക്കാരും താഴെത്തട്ടിലുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഈ സെൻട്രൽ അമേരിക്കയിലെ എക്കോണമി ആയിട്ടുള്ള രാജ്യത്ത് നല്ല ഇൻഫ്രാസ്ട്രക്ചറോ നല്ല വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും കാണാത്തത്. മാത്രമല്ല ഞാൻ ഇപ്പോൾ പോകുന്നത് ഫുള്ള് വില്ലേജ് വഴികളിലൂടെയാണ്. ഞാൻ ക്യാപിറ്റലിൽ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബസ്സേ നിർത്താൻ പറ്റുള്ളൂ. ബസ്സെങ്കിൽ ബസ്. പക്ഷെ എവിടെ പോകുന്നു എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഈ ബസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ ആൾക്കാർ ബസ്സിലുണ്ട് കേട്ടോ. ഹലോ, എന്തോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. He will bring you the Cosmenomitas and next to Okay. Thank you, gracias. How you speak English? I study English. You're from here? No, I'm from El Salvador. You're from El Salvador? Yes, but I'm living here all my life. What are you doing? എല്ലാരും എന്നെ നോക്കി ചിരിക്കുന്നു. ഹോല എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ, ഭയങ്കര കമ്പനി. എല്ലാവർക്കും ക്യൂരിയസ് കേട്ടോ. ഞാനിങ്ങനെ എന്തിനാണ് സോ ഇത് ഇന്ത്യ വിയാ തോതോ അമേരിക്ക. ഇവരൊക്കെയാണ്. പുള്ളിക്കാരൻ പാട്ടൊക്കെ ഇട്ട് എന്റർടൈൻമെന്റ് തരുവാണ് കേട്ടോ. പുള്ളിക്കാരൻ എന്നെ ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് പുള്ളിക്കാരൻ എന്നെ ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. താങ്ക് യു അമീഗോ. തോ നമ്പർ കാലിയാണ്. പിന്നെ ഇവിടെ കുറെ അമ്മയുണ്ട്. പുള്ളിക്കാരി ആദ്യം പെർമിഷൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. In this association. നമ്മുടെ പുള്ളിക്കാരി പോയിട്ടുണ്ട്. അവരുടെ ഇവിടുത്തെ ഓണറിൻ്റെ അടുത്ത് എന്തോ ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ബാഗ് ഒന്ന് വെച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ഇവിടെ സ്ഥലം കിട്ടി ഒന്ന് കിടക്കാൻ വേണ്ടി തോന്നി. ഞാൻ ചോദിച്ചു എനിക്ക് ടെൻ്റ് അടിക്കാൻ വല്ല ഇവിടെ സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല, ടെൻ്റ് അടിക്കണ്ട, ഒരു കാര്യം ചെയ്യാൻ എൻ്റെ കൂടെ വാ. ഞാൻ പക്ഷെ ചോദിക്കണം, അവർ ചിലപ്പോൾ സമ്മതിച്ചാൽ കുഴപ്പമില്ല, എന്നാൽ അവിടെ കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നാണ്. ഇവിടെ ഉള്ള എല്ലാ ഇതിലും മാങ്ങ ഉണ്ട് കേട്ടോ. മരങ്ങളിലൊക്കെ കണ്ടില്ലേ മാങ്ങ. Yeah? Good news? Wow! Hola. Hola. Mi amigo.
Amigo. Namaskaram. See you. Okay. I see you. Bye. Yeah. See you. Gracias. അവസാനം ഫൈനലി ഐ എം വെരി ഹാപ്പി. എനിക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടി, എനിക്ക് നല്ല റൂം കിട്ടി കിടക്കാനായിട്ട്. ഇത് ഒരു എന്താ പറയുക, ഡിസേബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുടെ ഒരു സ്ഥലമാണ് കേട്ടോ. അവരുടെ ഒരു സ്ഥലമാണ്, അവരുടെ സ്കൂളോ അങ്ങനെ എന്തോ ആണ്. അവിടെയാണ് എനിക്ക് റൂമൊക്കെ തന്നത്. ഇതാണ് അവരുടെ മാനേജർ സംഭവങ്ങളൊക്കെ. ഞാനൊന്ന് കുളിച്ച് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങി നടന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കും. അപ്പോഴത്തേക്ക് അവൾ ബർത്ത്ഡേ സെലിബ്രേഷനോ എന്തിനോ പോയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് കുളിച്ച് റെഡിയായി വൃത്തിയായി എനിക്ക് തന്ന റൂം ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് ഒരു വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഷെയർഡ് ആയിട്ടുള്ള ഒരു മിനി കിച്ചണുണ്ട്, ഒരു കോഫി മേക്കറുണ്ട്, ഒരു ടേബിളുണ്ട്. പിന്നെ ഇവിടെ 2-3 റൂമുകളുണ്ട്. അതിൽ ഏത് റൂമാണോ ഞാൻ ചൂസ് ചെയ്യാം. ഞാനിവിടെ ചൂസ് ചെയ്തു. ഇവിടെയാണ് ഞാൻ എൻ്റെ മെത്തയൊക്കെ വിരിച്ചു, ക്ലീൻ ചെയ്തു. അതാണ്ട് ബാഗ് ഇവിടെ വെച്ചു. കണ്ടില്ലേ, അടിപൊളി കേട്ടോ. എനിക്ക് നല്ലൊരു സ്ഥലം കിടക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ കുറേ റൂമുകളുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ചെറിയൊരു ടൂർ ഞാൻ കാണിച്ചു തരാം. ടൂർ ചെയ്ത് കാണിച്ചു തരാം. കോഫി മേക്കറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർക്ക് എന്താ ഇത്ര ഈസി ആയിട്ട് ഇവരൊരു അപരിചിതരായിട്ടുള്ള എന്നെ ഇവിടെ പിടിച്ച് കയറ്റി കിടത്തിയോ. അതും ഇത് എന്താ പറയുക, ഇവരുടെ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്ഥലമല്ലേ എന്ന്. സത്യത്തിൽ അവരുടെ അടുത്ത് പോയി പറഞ്ഞു, ഇതെൻ്റെ അഗാധമായിട്ടുള്ള 2 വർഷം മുമ്പുള്ള സുഹൃത്താണ്. സുഹൃത്ത് എന്നെ കാണാൻ വേണ്ടി വന്നു, അവനൊരു റൂം വേണം, അവനിവിടെ സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സുഹൃത്തായിട്ടാണ് ആക്ച്വലി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ ഒരു ഏരിയ. വലിയൊരു ഏരിയയാണ്. ഇവിടെ കുറേ ക്ലാസ് മുറികൾ. ഇവരിവിടെ എന്തൊക്കെ ഇതാക്കുവാണ് കേട്ടോ. ഇത് ചോദിക്കാൻ നോക്കിയാൽ ഇവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. ഇവിടെ ഇവരൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തുള്ള കുറേ കുട്ടികളെ കാണാനായിട്ട് സാധിക്കും. ഇവൻ എപ്പോഴും എൻ്റെ അടുത്ത് ഷേക്കൻ്റെ വന്നുകൊണ്ടിരിക്കും. ഈ പയ്യൻ കണ്ടില്ലേ, വന്നിട്ട് ഒരു 10 വേണമെന്നു. ഇവിടെ ഇവരുടെ സ്കൂളിൻ്റെ മുറ്റത്ത് നമ്മുടെ ശീമച്ചക്കയാണ് കേട്ടോ. ശീമച്ചക്ക ഇവിടെ ധാരാളമായിട്ട് എനിക്ക് ഗോട്ടമലയിൽ കാണാൻ സാധിച്ചു. നമ്മുടെ നാട്ടിലെ കുറേ മരങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് മാവ്. മഹീൻ. ഇവിടെ ഇവര് സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികളുടെ. എന്നെ ഫുള്ള് ചുറ്റി കാണിക്കുവാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികള്. ഇവരുടെ ഒരു അസോസിയേഷനാണ്, ഇങ്ങനെയുള്ള കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് കേട്ടോ ഈ കാണുന്നത്. എനിക്കിവിടെ അഭയം തന്ന പെൺകുട്ടി ഏതോ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കുക. അപ്പോൾ ആ സമയം വരെ ഞാനൊന്ന് ഇവിടേക്കൊന്ന് നടന്ന് കാണാനായിട്ട് പോവാണ്. ഇവിടെ നടന്ന് കാണാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഒന്ന് ഫ്രഷായി. ഇവിടെ കുറേ ബൈക്കുകളും പിന്നെ കുറേ ഓട്ടോകൾ അതൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ടുള്ളത്. പിന്നെ വാഴക്കൊലകൾ കണ്ടോ. ഇങ്ങനത്തുള്ള കുറച്ച് സാധനങ്ങളെ നടന്ന് കാണാനായിട്ടുള്ളൂ. വേറൊന്നും പ്രത്യേകമായിട്ടൊന്നും ഇവിടെ നടന്ന് കാണാനായിട്ടൊന്നുമില്ല. ഇവിടുത്തെ നമ്മുടെ കോക്കനട്ട് തേങ്ങ, പിന്നെ ഈ കാണുന്നത് എന്താണെന്നോ, ഇത് ഞാനിവിടെ കാണാനായിട്ട് സാധിച്ചു. ഇതിവിടെ പലയിടത്തും വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം കൊസൽത്തപ്പക്ക എന്നാണ് ഈ കാണുന്ന ഒരു ഏരിയയുടെ പേര്, ഈ കാണുന്ന ഒരു ടൗണിൻ്റെ പേര്. ഇവിടെ നമുക്ക് വലിയ ജയൻ്റ് ആയിട്ടുള്ള മൗണ്ടൻ റീജിയനുണ്ട്. നോക്കിക്കേ, വലുതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മല റീജിയനാണ് കേട്ടോ. നല്ല മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് നാളെ പോകേണ്ടത് ഈ കാണുന്ന ഭാഗത്തോട്ടാണ്. എനിക്കൊന്ന് രാവിലെ തൊട്ട് ഇത്രയും നേരം വൈകിട്ട് 4 മണി വരെ നല്ല ആക്റ്റീവായിട്ടുള്ള മാർക്കറ്റായിരുന്നു. ഇവിടെ എല്ലാ മോട്ടോ ടാക്സിക്ക്, ഇവർ മോട്ടോ ടാക്സി എന്നാണ് പറയുന്നത്. 94 എല്ലാ ഓട്ടോയ്ക്കും നമ്പറുണ്ട്. ഇവിടെ നമ്മുടെ ഏത്തമ്പഴമാണ്. ഏത്തമ്പഴം ഇവിടെ ധാരാളമുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെറിയ പഴം, കപ്പപ്പഴം ഉണ്ടല്ലോ, കപ്പപ്പഴം ഞാനിവിടെ കണ്ടായിരുന്നു. ഇവിടെ മാങ്ങ സീസണായി വരുന്നേ ഉള്ളൂ. പല മാവിലും പൂത്ത് നിൽക്കുന്ന കാണാൻ സാധിക്കും. മുന്തിരി, അവക്കാഡോ പക്ഷേ വളരെ കുറവാണ് കേട്ടോ. മെക്സിക്കോയിലാണ് അവക്കാഡോയൊക്കെ ധാരാളം കാണാൻ സാധിക്കുന്നത്. ഒരു വലിയൊരു ജയന്റ് മാർക്കറ്റാണ് കേട്ടോ. അല്ല നോക്കിയാൽ എല്ലാവരും പൂട്ടി അടച്ചു കേട്ടോ. സമയമായി. ഇവിടെ ഒന്നുമില്ല, എല്ലാവരും പൂട്ടിക്കെട്ടിപ്പോയി. എനിക്കൊന്നും ഇവിടെ ആരും രാത്രി വന്ന് അടിച്ചു മാറ്റൂല എന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവരിങ്ങനെ പൂട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫുള്ളായിട്ടൊന്നും കെട്ടിപ്പൂട്ടിയിട്ടില്ല. ഇവിടെ ഇതെന്താ സംഭവം? ഇവിടെ നമ്മുടെ പപ്പായ, ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്. ഹലോ ഇങ്ങോട്ട് അവർ ക്ലോസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ.
ഇവിടെ തണ്ണിമത്തം കണ്ടില്ല, ചില സ്ഥലത്ത് ചെറിയ തണ്ണിമത്തം ഉണ്ട്, ചില സ്ഥലത്ത് വലിയ തണ്ണിമത്തേ. ഇവിടെ മാങ്ങ, ഫുള്ള് മ്യൂസിക്കൊക്കെ ആയിട്ട്. ഇവിടെ ഗ്രീനൊക്കെയാണ് കേട്ടോ, ഗ്രീന്, റാഡിഷ്, ഓണിയൻസ്. ഹോല കോമസ്താസ്. ഇവിടെയും എല്ലായിടത്തും പൂട്ടി. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെത്, പിന്നെ ഫിഷിംഗ് നെറ്റ്, അതിൻ്റെയൊക്കെ കടകളാണ്. ഇവിടെ ഷൂസുകൾ, ഈ കാണുന്നത് നമ്മുടെ ക്ലോത്തിങ് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത്. എല്ലാവരും അടയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ബാഗ് സംഭവങ്ങൾ, ഇവിടെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾ. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കാണും, ഇവിടെ അങ്ങനെ അധികം കറുത്ത വംശജരെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതായത് ഒരു കരീബിയനിലെ പോലെ, നമ്മുടെ ബെൽസയിലെ പോലെ അധികം കറുത്ത പോപ്പുലേഷൻ ഇല്ല. ഇവിടെ ഒന്നുകിൽ നല്ല വെളുത്ത ഒരു യൂറോപ്യൻ ടച്ചുള്ള ആളുകൾ, അല്ലെങ്കിൽ നല്ല പ്യൂറായിട്ടുള്ള ഒരു ഇന്ത്യൻ, നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യൻ, നമ്മുടെ ചൈനീസ് ആ ഒരു ലുക്ക്. അതിൻ്റെ കാരണം ഇവിടെ രണ്ട് തരത്തിലുള്ള, ഇത് മൾട്ടി എത്നിക് ആയിട്ടുള്ള ഭയങ്കര ഡിഫറെൻ്റ് ആളുകളുള്ള ഒരു രാജ്യമാണെങ്കിലും രണ്ട് വലിയ മെയിൻ പോപ്പുലേഷനാണ്. അതായത് ഏകദേശം 50% ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ എത്നിക് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ടച്ചുള്ള ആളുകളാണ്. പിന്നെ ഒരു 45, ഒരു ഏകദേശം 50 അടുത്തായിട്ട് മറ്റു ഭാഗം ഉള്ളതെന്ന് പറയുമ്പോൾ യൂറോപ്യൻ മിക്സഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. അതുകൊണ്ട് ഒരു വിഭാഗം നല്ല യൂറോപ്യൻ ലുക്ക്, നല്ല വെളുത്ത തൊടുത്ത ആ ഒരു യൂറോപ്യൻ വെളുപ്പിൻ്റെ രൂപമുള്ള കളറിലുള്ളതും, പിന്നെ ചില ആളുകൾ നമ്മുടെ യെല്ലോയിഷ് ആയിട്ടുള്ള നമ്മുടെ ഒരു മംഗോളൈറ്റ് ഫേസിലുള്ള ഇന്ത്യൻ, ഏൻഷ്യൻ ഇന്ത്യൻ ആ ഒരു ലുക്കിലുള്ള ആളുകളാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ട് ലുക്കിലുള്ള ആളുകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ കോമ്പികളാണ്, ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് വണ്ടികളാണ്. ഇവിടെ ഇതെന്താ സംഭവം, എന്തോ ഇവിടുത്തെ ഡ്രിങ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ, ലോക്കൽ ഡ്രിങ്ക്. ഇവിടെ നമ്മുടെ തമാലേസാണ്, തമാലേസും ഇവരുടെ ലോക്കലായിട്ടുള്ള തപ്പിയ. ബെലിസ് എന്ന് പറയുന്ന രാജ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗോട്ടമാലയിലെ തെരുവുകളൊക്കെ ആക്ച്വലി ഭയങ്കര വൃത്തികേടായിട്ടുള്ള തെരുവുകളാണ്. ഇവിടെ എന്നിരുന്നാലും ഈ കാണുന്ന ഭാഗമൊക്കെ എന്ത് മനോഹരമായിട്ട് അവർ ക്ലീനായിട്ട് ആക്കി വെച്ചിരിക്കുന്നത്. ഗോട്ടമാലയിൽ പല റോഡിൻ്റെ സൈഡുകളിലും ആളുകൾ ഈ സാധനങ്ങൾ, കുപ്പിയും ഇതൊക്കെ വലിച്ചെറിഞ്ഞ് വേസ്റ്റാക്കി വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും. ഇവിടെ വഴിയോരങ്ങളിലെല്ലാം തത്തിയ, നല്ല അടിപൊളിയായിട്ടുള്ള തത്തിയ. കറക്റ്റ് നമ്മുടെ നാട്ടിലെ ഒറട്ടിയാണ് കേട്ടോ ഇവിടുത്തെ തത്തിയ. എല്ലാം കൈവച്ചാ ഇവരുണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഷൈ ആയിട്ട് ഓക്കെ മോസ്. കുറേയൊക്കെ നല്ല രസമുള്ള പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് സമയത്തിനുള്ള ബിൽഡിങ് തന്നെയാണ് തോട്ടോ, എനിക്കറിയില്ല. ഇവിടെ കുറേ പയ്യന്മാർ ഇതുപോലെ ബൈക്കൊക്കെ കണ്ടില്ലേ. ഇവിടെയുള്ള സ്ട്രീറ്റും വീടുകളും എല്ലാം ഭയങ്കര ക്ലീനായിട്ടൊക്കെയാണ് കേട്ടോ. ഇവിടെയുള്ള ഇവരുടെ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ ഞാൻ വരുന്ന വഴിയിൽ കുറേ ഓപ്പൺ ജിമ്മുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഓപ്പൺ ആയിട്ടുള്ള ജിമ്മിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യാനുള്ള കുറേ ഇരുമ്പിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇവിടുത്തെ മിക്ക വീടുകളും നമ്മുടെ നാട്ടിലെ പഴയ ഓടുകളില്ലേ, ഓടുകൾ മേന വീടുകൾ, പിന്നെ ഷീറ്റിട്ട വീടുകളൊക്കെയാണ് കേട്ടോ ഇവിടെ കുറേയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ ഓരോ ലോക്കൽ നൈബർഹുഡുകളാണ് ഈ കാണുന്ന ഏരിയകളെല്ലാം. ഈ കാണുന്ന സ്ട്രീറ്റിൽ 1, 2, 3 മുടിവെട്ടണ കടയിൽ വില ചോദിച്ചപ്പോൾ ഏകദേശം 300 രൂപയാണ് കേട്ടോ. നമ്മുടെ മുടിവെട്ടുന്ന ഇനി ഞാൻ പോയി ചോദിച്ചത് ലോക്കൽ കടയിലാണ്, അത്യാവശ്യം നല്ല കടയിൽ. എനിക്ക് തോന്നുന്നു 400-500 രൂപയൊക്കെ ആവും തോന്നുന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ സെൻട്രൽ പാർക്ക്. എല്ലാവർക്കും ഇതുപോലത്തെ കോഡ് ബൈക്സ് ഇവിടെ ധാരാളം ഉണ്ട്. കോഡ് ബൈക്കിൽ ഇങ്ങനെ ചുറ്റുന്ന ആൾക്കാർ കുറേ പേരുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു നോർമൽ ട്രാൻസ്പോർട്ടേഷൻ പോലത്തെ ഒരു സംഭവം, നോർമലായിട്ട് ബൈക്ക് ഉപയോഗിക്കുന്ന പോലെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. എല്ലായിടത്തും ഇതുപോലെ ട്രാഫിക് പോലീസുകളുണ്ട്, നല്ല രസമുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ എല്ലാം ഇവർ പൊളിച്ചു മാറ്റുന്നുണ്ട്. ഈ കാണുന്നത് കണ്ടാൽ നമ്മുടെ ചെന്നൈ സെൻട്രൽ പോലെ തോന്നുന്നില്ല. ഇത് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്ങോ എന്തെങ്കിലും പ്രധാന ബിൽഡിങ്ങോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം കേട്ടോ. ഇവിടെയും ആളുകൾ ഇങ്ങനെ വൈകുന്നേരം വന്നിരിക്കുന്നു, അങ്ങനെ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളി എന്താണ് കേട്ടോ, നല്ല പഴക്കമുള്ള പള്ളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതിൻ്റെ അടുത്തായിട്ട് ഇവരുടെ ഓപ്പോസിറ്റായിട്ട് സെൻട്രൽ ഭാഗം, ഇവിടെ
ഇവരുടെ എന്തൊക്കെയാണ് സ്ട്രീറ്റ് ഫുഡ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ സ്ട്രീറ്റ് ഭക്ഷണങ്ങൾ എന്തൊക്കെയുണ്ട്. സ്ട്രീറ്റ് ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. കുറേ ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ കേട്ടോ. ഫുള്ള് ഫാമിലീസൊക്കെ ആയിട്ട് സൂപ്പ് കുടിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലം. അടിപൊളി സ്ഥലം കേട്ടോ. ആളുകൾക്കൊക്കെ വൈകുന്നേരം വന്നിരിക്കാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം. എല്ലാ ആൾക്കാരും എന്തോ ഒരു സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് സൂപ്പാണെന്ന് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. ഇവിടെ നമ്മുടെ ഐസ്ക്രീം എന്തോ ഇവിടെ ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു കേട്ടോ. ഐസ്ക്രീം വിൽക്കുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ക്രിസ്ത്യൻ ദേവാലയം. അതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞാൻ വന്ന് നിൽക്കുന്നത്. നല്ല അടിപൊളി പള്ളി, നല്ല പഴക്കമുള്ള പള്ളി കേട്ടോ. കണ്ടിട്ട് നല്ല പഴക്കമാർന്ന പള്ളിയാണ് ഈ കാണുന്നത്. വാവ്, നല്ലൊരു അടിപൊളി ഏരിയ കേട്ടോ. എല്ലാവരും ഇവിടെ വൈകുന്നേരം വന്ന് ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഏയ്, ഹൗസ് യുവർ പാർട്ടി? It's all good. ഓ, എനിക്ക് വന്നപ്പോൾ എന്തോ കൊണ്ടുവന്നോ. Gracias, muchas gracias. You're welcome. And here is a soda. Soda. Orange with soda. It's Carnival. It's from Guatemala. It's from where? It's from Guatemala. ഗോട്ടമാലയിലെ ഒരു സോഡയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടത്. നാരങ്ങ? Yes, but Oh. it's not traditional here, but delicious soda. I just took small. Oh, thank you. I just took small shower, then I was just walking around. Okay. You eat some iron for me. Yeah, നമ്മുടെ ഇവിടുത്തെ ഒരു ചർച്ചിലോട്ട് പോവാണ്. It's your first time. I'm taking you to church. Yes, it's my good friend. പുള്ളിക്കാരിയുടെ ആദ്യത്തെ ടൈമാണ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. No coffee? No, but I have coffee. Keralam. Oh, it's interesting. Yep. It's interesting. എൻ്റെ അവിടെ കോഫി പൊടി ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരിയുടെ റൂമിലോട്ട് വന്നു. Hello? Yeah. What did you translate? I don't know how do you say último. Ultimo. Último. This is your ultimate power? Now, this month, this is my last month here. Ah.